ആക്സസിൻ്റെ ഒരു പുതിയ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണ. സോ ICC 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ കെമിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ ഒരു കെമിക്കൽ ചേഞ്ച് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി, അതിൻ്റെ ക്രൈറ്റീരിയൻസ് ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കെമിക്കൽ ചേഞ്ചസ്, ഓരോ ടൈപ്സ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിന് നമ്മൾ ഡയറക്റ്റ് കോമ്പിനേഷൻ റിയാക്ഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ പഠിച്ചു. ഡീകമ്പോസിഷൻ റിയാക്ഷനകത്ത് തന്നെ തെർമൽ ഡീകമ്പോസിഷനും തെർമൽ ഡിസോസിയേഷനുമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിരുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസവും തെർമൽ ഡിസോസിയേഷനും തെർമൽ ഡീകമ്പോസിഷനും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. അതായത് തെർമൽ ഡീകമ്പോസിഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിയാക്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സോ അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച് ഇൻ വിച്ച് എ മോർ ആക്റ്റീവ് എലമെൻറ്റ് റീപ്ലേസസ് എ ലെസ് ആക്റ്റീവ് എലമെൻറ്റ്. അതായത് ഒരു കോമ്പൗണ്ടിൽ നിന്ന് കൂടുതൽ ആക്റ്റീവായ ഒരു എലമെൻറ്റ് കുറഞ്ഞൊരു ആക്റ്റീവായ എലമെൻറ്റിനെ പിടിച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എടുത്ത് മാറ്റിയിട്ട് അവിടെ കയറിയിരിക്കുക എന്നുള്ള രീതിയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഏകദേശം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. AB എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് സിയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇരിക്കുന്ന ഇതൊരു ആക്റ്റീവായ എലമെൻ്റ് ആണ്. ഈ C എന്ന് പറയുന്നൊരു ആക്റ്റീവായ എലമെൻ്റ് ആണ്. അല്ലെങ്കിൽ C എന്ന് പറയുന്ന ആക്റ്റീവായ എലമെൻ്റ് ആണെന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇരിക്കുന്ന ആക്റ്റീവ് എലമെൻറ്റ് എന്ത് ചെയ്യും? അതിനെ പിടിച്ച് മാറ്റുകയും ഈ A എന്ന് പറയുന്ന എലമെൻറ്റിനെ പുറത്ത് കളയുകയും ചെയ്യും. അതായത് ഇത് എന്താണ്? ആക്റ്റീവായ എലമെൻറ്റും ഇത് ആസ് കമ്പയർഡ് ടു ദിസ് ഇത് ആക്ടിവിറ്റി കുറഞ്ഞ എലമെൻ്റ് ആണ്. അപ്പോൾ ഈ എലമെൻറ്റ് എന്ത് ചെയ്യും? ഈ എലമെൻറ്റിനെ റിമൂവ് ചെയ്ത് മാറ്റും. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ആ എക്സ്പെരിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണ്. ആ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ എടുത്തതിന് ശേഷം നമ്മൾ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനകത്ത് നമ്മൾ കുറച്ച് സിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ സിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പർ സൾഫേറ്റിൻ്റെ കളർ എന്താണ്? ബ്ലൂ കളർ കോപ്പർ സൾഫേറ്റ് കളറാണ്. അപ്പോൾ ബ്ലൂ കളറായിട്ടുള്ള കോപ്പർ സൾഫേറ്റിൻ്റെ കൂടെ ഞാൻ സിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ അതിൻ്റെ കളർ ഫെയ്ഡായിട്ട് വരികയും അൾട്ടിമേറ്റ്ലി അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുകയും അതിൻ്റെ എൻഡിൽ ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള രീതിയിൽ എന്തോ വന്ന് അടിയുകയും ചെയ്യും. അപ്പോൾ ഈ റെഡിഷ് ബ്രൗൺ കളറിൽ വന്ന് അടിയുന്നത് ഇറ്റ്സ് ആക്ച്വലി കോപ്പർ റെഡിഷ് ബ്രൗൺ കളറിൽ താഴെ വന്ന് അടിയുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ബ്ലൂ കളറായിട്ടുള്ള കോപ്പർ സൾഫേറ്റ് സിങ്കുമായിട്ട് റിയാക്ട് ചെയ്ത് സിംഗിൾ സൾഫേറ്റും കോപ്പറുമായിട്ട് മാറി. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആവുക? കൺസിഡറിങ് സിങ്ക് ഹാസ് ടു ബി ദി മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്. അപ്പോൾ ഈ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്ക് എന്ത് ചെയ്യുന്നു? ഈ ഇരിക്കുന്ന കോപ്പർ സൾഫേറ്റിൽ നിന്ന് ലെസ് ആക്റ്റീവായ കോപ്പറിനെ റിമൂവ് ചെയ്തിട്ട് ഈ സിങ്ക് എന്ത് ചെയ്യുന്നു? അതിൻ്റെ പ്ലേസിൽ കയറി ഇരുന്നിട്ട് ഫോം ചെയ്യുന്ന എന്താണ്? സിങ്ക് സൾഫേറ്റ് ഫോം ചെയ്യുന്നു. പകരം എന്ത് ചെയ്യുന്നു? കോപ്പർ സൾഫേറ്റിനെ പുറത്ത് കളയുന്നു. ഡിപ്പെൻഡ്സ് ഓൺ ദി ക്രൈറ്റീരിയ, ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് എലമെൻറ്റ്. അത് പല രീതിയിൽ പോകും. ചിലപ്പോൾ ഇത് ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ചെയ്യാണെന്ന് പോകുന്ന എലമെൻ്റ് ആണെങ്കിൽ അത് ഗ്യാസ് ആയിട്ട് പോകും. ബട്ട് ഇൻ മോസ്റ്റ് കേസസ് അത് ഗ്യാസ് ആയിട്ട് പോകാൻ ടെൻഡൻസി കുറവാണ്. കാരണം കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്ന മെറ്റൽസിൻ്റെ കേസിലാണ്, നോൺ മെറ്റൽസിൻ്റെ കേസിലല്ല. മെറ്റൽസിൻ്റെ കേസിലാണ് കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. സോ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്. അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ളതെന്ന് പറയുന്നത് മറ്റൊരു എക്സ്പെരിമെൻ്റാണ് ഇത്. മഗ്നീഷ്യം എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്കറിയാം. ഈ മഗ്നീഷ്യം എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിനകത്തേക്ക് ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിനകത്തേക്ക് നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ ഗ്രാനുൾസ് അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ ചെറിയ സ്ട്രിപ്പുകൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതായിട്ടും അതിലെന്താണ് എന്തോ ഒന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും, ഒരു സ്മോക്ക് പോലെ. അപ്പോൾ അത് സത്യം പറഞ്ഞ് ഹൈഡ്രജൻ പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രിസ്ക് എഫറവസൻസ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ബ്രിസ്ക് എഫറവസൻസ് നോട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തോ ഒരു ഗ്യാസ് നമുക്ക് പുറത്തേക്ക് വരുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതിന് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. സോ ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ബ്രിസ്ക് എഫറവസൻസ്. സോ ആക്ച്വലി ഈ ബ്രിസ്ക് എഫറവസൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷനകത്ത് ഈ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ സൊല്യൂഷനിൽ ബാക്കി കാണുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് മാത്രമാണ്.
സോ ഇവിടെ എന്താണ്, ഇവിടെ ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള മഗ്നീഷ്യം ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് എന്തായി മഗ്നീഷ്യം സൾഫേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈഡ്രജനെ പുറത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യുന്നു. സോ ഇൻ ദിസ് കേസ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മെറ്റൽസ് മാത്രമല്ല നോൺ മെറ്റൽസും ഉണ്ട്. നോൺ മെറ്റൽസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ല എന്നല്ല, കൂടുതൽ മെറ്റൽസ് ആണ് കാണിക്കുന്നത്, എങ്കിലും നോൺ മെറ്റാലിക് ആയ ഒരു എലമെൻ്റ് ആണ്. സോ ഇതെന്താണ്, ഗ്യാസ് ആയതുകൊണ്ട് അത് എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. ഇനി അടുത്ത കേസ് ഒരു നോൺ മെറ്റാലിക് എലമെൻ്റ് തന്നെയാണ്. അടുത്ത കേസിൽ ഒരു നോൺ മെറ്റാലിക് എലമെൻ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ പൊട്ടാസ്യം അയോഡൈഡിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണ്. ആ സൊല്യൂഷനകത്തേക്ക് ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടുത്തെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ കളറായിട്ടാണ് ഇത് ചേഞ്ച് ആവുന്നത്. യെല്ലോ കളറായിട്ട് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യം ഇവിടെ എന്ത് സംഭവിക്കുക, അയഡിൻ പുറത്തേക്ക് വരുന്നത്, അയഡിൻ്റെ കളറും ഉണ്ട്, അയഡിൻ ഫോം ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ കളർ മാറുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ലിക്വിഡാണ്. അപ്പോൾ എന്താണ്, സോളിഡ് ഫോം ചെയ്ത് ഗ്യാസ് ഫോം ചെയ്ത് ലിക്വിഡ് ഫോം ചെയ്യുന്നു. പക്ഷേ മോസ്റ്റ് കേസസിൽ ഈ ഇരിക്കുന്ന റിയാക്ഷൻ കുറച്ച് പ്രെഡോമിനൻ്റ് ആണ്. കാരണം മിക്കവാറും ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് പല മെറ്റൽസിനെയും എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്. പകുതി മുക്കാൽ കൂടുതൽ മെറ്റൽസിനെയും എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകളിലൊന്ന് മെയിൻ റിയാക്ഷൻസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പറഞ്ഞ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റൽ വന്നാൽ ഒരു കോമ്പൗണ്ടിൽ നിന്ന് കുറഞ്ഞ ആക്ടിവിറ്റി ഉള്ള ഒരു മെറ്റലിനെ പുറത്ത് മാറ്റുന്ന പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് മെറ്റൽസിൻ്റെ കേസിൽ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ ഡെഫിനിഷൻ ഞാൻ വായിക്കാം. This is a type of chemical change in which two compounds in a solution react to form two new compounds by mutual exchange of radicals. It is also called as double displacement reaction. അപ്പം ഇതിൻ്റെ ഹെഡിങ്ങിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് കറക്റ്റ് സത്യം പറഞ്ഞാൽ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നാണ് ഈ ഇരിക്കുന്ന റിയാക്ഷൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഒന്നോ അതിലധികമോ കോമ്പൗണ്ടുകളെ മ്യൂച്വലായിട്ട് എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒന്നോ അതിലധികം കോമ്പൗണ്ടുകളെ മ്യൂച്വലായിട്ട് ആ എലമെൻസിനെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റി എലമെൻസ് എന്ന് കറക്റ്റായിട്ട് പറയത്തില്ല, നമ്മൾ ആ ഒരു അയോൺസിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിലും എന്താണ് നിനക്ക് കിട്ടുകയാണെങ്കിൽ എനിക്കും കിട്ടുകയാണെന്നുള്ള രീതിയിൽ രണ്ട് എലമെൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ വരുന്നത്. ഓക്കെ, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഒട്ടുമുക്കാൽ കേസുകളും ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻസ് എല്ലാം ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് എല്ലാം ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ എംഫസൈസ് ചെയ്തിട്ട് ആക്ച്വലി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ ആണെന്നാണ്, പക്ഷേ ഈ റിയാക്ഷൻ്റെ കറക്റ്റ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ ഹെഡിങ് കറക്റ്റ് ആയിരിക്കില്ല കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് എന്നല്ല, അതും രണ്ടും കറക്റ്റാണ്, ഡീകമ്പോസിഷൻ ആണ്, ബട്ട് ദ ടേം കറക്റ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇനി ആ റിയാക്ഷൻ്റെ ഒരു നേച്ചർ നമുക്ക് എഴുതി കാണിച്ചു തരാം. ആ റിയാക്ഷൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB എന്ന് പറയുന്ന കോമ്പൗണ്ട് CD-യുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ഞാൻ പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്ന കോമ്പൗണ്ട് D-യുമായിട്ടും കമ്പൈൻ ചെയ്യും, B എന്ന് പറയുന്ന കോമ്പൗണ്ട് C-യുമായിട്ടും കമ്പൈൻ ചെയ്യും. ഓക്കെ, ഇത് കുറച്ചും കൂടി കറക്റ്റ് ചെയ്താൽ CB എന്ന് എഴുതും, അതാണ് കറക്റ്റ്. AB + CD എന്ന് പറയുന്ന കോമ്പൗണ്ട് AD + CB ആയിട്ട് മാറുന്നതിനെയാണ് എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് AB + CD എന്ന് പറയുന്നത് AD + CB ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെയാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ തന്നെ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് നമുക്കുള്ളത്. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസിനകത്ത് രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ രണ്ട് തരം റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷനാണ്. നമ്മൾ ഇത്രയും പ്രാവശ്യം പറഞ്ഞതിലുള്ള റിയാക്ഷൻ തന്നെയാണ്, പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷനാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ടു കോമ്പൗണ്ട്സ് ഇൻ ദിയർ അക്വ സ്റ്റേറ്റ്, രണ്ട് കോമ്പൗണ്ട് നമ്മൾ അക്വ സ്റ്റേറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് റിയാക്ട് ഫോം ആൻ ഇൻസോല്യൂബിൾ സാൾട്ട്, നമ്മൾ രണ്ട് കോമ്പൗണ്ടുകളെയും ഒരു അക്വ സ്റ്റേറ്റിൽ എടുത്തിട്ട് ഇൻസോല്യൂബിൾ സാൾട്ടായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ
അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു എലമെൻറ്റ്, അതായത് ഫൈനലൈസ് ആയിട്ട് ഫോം ചെയ്യുന്ന ഏതെങ്കിലും ഒരു എലമെൻറ്റ് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അതിനെ പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമ്മൾ എടുക്കുന്ന രണ്ട് എലമെൻറ്റുകളും കൺസിഡർ ചെയ്തിട്ട് രണ്ട് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സോൾട്ട് ഫോം ചെയ്യുന്നു. ആ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഒരു സാൾട്ടാണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷനിൽ ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് ഒരുപാട് കോമ്പൗണ്ടുകൾ പ്രിസിപ്പിറ്റേറ്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ ബേരിയം ക്ലോറൈഡ്, BCl2 എന്ന് പറയുന്ന ബേരിയം ക്ലോറൈഡ് Na2SO4 സോഡിയം സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബേരിയം സൾഫേറ്റ് എന്തായിട്ട് മാറും? ഒരു പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യും. അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് സെപ്പറേറ്റ് ആയിട്ട് അല്ലാതെയും ഫോം ചെയ്യും. ഇനി അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് CuSO4നെയും H2S ഹൈഡ്രജൻ സൾഫൈഡിനെയും കൂടെ റിയാക്ട് ചെയ്യിച്ചാൽ നമുക്ക് കിട്ടുന്ന കോപ്പർ സൾഫേറ്റ് CuS എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യും, പ്ലസ് H2SO4ഉം കിട്ടും. ഇനി ഇതിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പെരിമെൻറ്റ്സുകൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പെരിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ആഡിങ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ഓർ NCl സോഡിയം ക്ലോറൈഡ് ടു സിൽവർ നൈട്രേറ്റ് ഫോം സിൽവർ ക്ലോറൈഡ് ആസ് പ്രിസിപ്പിറ്റേറ്റ്. അപ്പം ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് സിൽവർ ക്ലോറൈഡിനെ പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള റിയാക്ഷനാണ്. അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡൈല്യൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡോ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് NOCl സിൽവർ നൈട്രേറ്റിൽ ആഡ് ചെയ്താൽ നമുക്ക് സിൽവർ ക്ലോറൈഡ് നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സിൽവർ നൈട്രേറ്റിനെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഒന്നുകിൽ HCl ആഡ് ചെയ്യണം, അല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യണം. രണ്ടായാലും നമുക്ക് ഫൈനൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് സെയിം ആയിരിക്കും, വിച്ച് ഈസ് AgCl പ്ലസ് നമുക്ക് എന്ത് കിട്ടും? ഈ HNO3 ആയിട്ട് ചേർന്നിട്ട് HNO3 കിട്ടും. അതുപോലെ തന്നെ AgCl എന്തായിരിക്കും ഫോം ചെയ്യുക? NaNO3. ഇവിടെ ഇപ്പോൾ എണ്ണയാണ് കിട്ടുന്നത്, അപ്പോൾ NaNO3 ഫോം ചെയ്യുക. അപ്പം രണ്ട് കോമ്പൗണ്ടുകൾ ഫോം ചെയ്ത് ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് സോഡിയം സിൽവർ നൈട്രേറ്റുമായിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിൽവർ ക്ലോറൈഡ് കിട്ടും. റെസ്റ്റ് എന്ത് കോമ്പൗണ്ട് ഫോം ചെയ്ത് നോക്കണ്ട, നമുക്ക് എന്തായാലും സിൽവർ ക്ലോറൈഡ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് വൈറ്റ് precipitate is formed when dilute sulfuric acid is added to barium chloride. അത് ഞാൻ ആദ്യം എഴുതിയ എക്സ്പെരിമെൻറ്റുകളിലൊന്നാണ്. അതായത് ബേരിയം ക്ലോറൈഡിനെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിച്ചാലും സോഡിയം സൾഫേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യിച്ചാലും എന്ത് തന്നെ നമുക്ക് കിട്ടും? ബേരിയം സൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും നമുക്ക് കിട്ടും. ബട്ട് ദ തിങ് ഈസ് ദ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ടായിരിക്കും അതിൽ നിന്ന് ലഭിക്കുക. റിയാക്ഷൻ നേരത്തെ എഴുതിയിരുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫെറസ് സൾഫൈഡും H2SO4 ഫെറസ് സൾഫൈഡ് മാത്രമല്ല സിങ്ക് സൾഫൈഡും. ഓക്കെ, അപ്പോൾ ഫെറസ് സൾഫൈഡിനെ ഞാൻ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്? H2SO4ഉമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. സോ അവിടെ എനിക്ക് ഫൈനൽ കിട്ടുന്നത് FeSO4 ഫെറസ് സൾഫേറ്റും അതുപോലെ തന്നെ H2S ഹൈഡ്രജൻ സൾഫൈഡ് എനിക്ക് എന്താ ഗ്യാസ് ആയിട്ട് കിട്ടി. അപ്പോൾ ഈ കേസിൽ പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷനകത്ത് തന്നെ എനിക്ക് ഗ്യാസ് പുറത്തേക്ക് പോകുന്ന റിയാക്ഷൻ എന്താണ്? ഈ ഇരിക്കുന്ന റിയാക്ഷൻ പറയാം. അപ്പോൾ ഡീകമ്പോസിഷൻ റിയാക്ഷനകത്ത് നമുക്ക് ഗ്യാസ് പുറത്തു വന്ന റിയാക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. ZnS സിങ്ക് സൾഫൈഡ് ഞാൻ എടുത്തു. അവിടെ ഞാൻ HCl-മായിട്ടാണ് റിയാക്ട് ചെയ്തത്. അവിടെ H2SO4 അല്ല HCl ആണ്. സോ അവിടെ എനിക്ക് കിട്ടുന്നത് സിങ്ക് ക്ലോറൈഡ് ZnCl2 പ്ലസ് H2S എന്ന് പറയുന്നത് എന്താണ്? എസ്കേപ്പിംഗ് ആയിട്ട് ഗ്യാസും കിട്ടും നമുക്ക്. ഇവിടെ H2S എന്ന് പറയുന്നത് എന്താണ്? ഇവോൾവ് ആയിട്ടുള്ള ഗ്യാസാണ്. അപ്പോൾ പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷനകത്ത് ഒന്നെങ്കിൽ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുക അല്ലെങ്കിൽ ഗ്യാസുകൾ എസ്കേപ്പ് ചെയ്യുന്നത് എന്താണ്? പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, സോ നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ്. ഇപ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസിഡും ബേസും കൂടി കമ്പൈൻ ചെയ്തതിന് ശേഷം സോൾട്ടും വാട്ടറും ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷനെയാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആസിഡും ബേസും നമ്മൾ എടുത്തിട്ട് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് സോൾട്ടും വാട്ടറും കിട്ടുകയാണെങ്കിൽ അതിന് ന്യൂട്രലൈസേഷൻ എന്ന് വിളിക്കും. ഉദാഹരണമായിട്ട് നമുക്ക് ഒരുപാട് റിയാക്ഷൻസ് അറിയാം, പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡും വാട്ടറുമായിട്ട് കിട്ടും. ഇനി അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യൂട്രലൈസേഷൻ ഓഫ് സോല്യൂബിൾ ബേസ്. സോല്യൂബിൾ ആയിട്ടുള്ള ഒരു ബേസിനെ എടുത്തു കഴിഞ്ഞാൽ ന്യൂട്രലൈസേഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ന്യൂട്രലൈസേഷൻ ഓഫ് ഇൻസോല്യൂബിൾ ബേസ്. സോല്യൂബിൾ ആയിട്ടുള്ള ബേസിനെയും ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ബേസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം സോല്യൂബിൾ ആയിട്ടുള്ള ഒരു ബേസ് നോക്കാം. സോല്യൂബിൾ ആയിട്ടുള്ള ഒരു ബേസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് HNO3.
which yields potassium nitrate plus H2O. അതുപോലെ തന്നെ 2NaOH, sodium hydroxide plus H2SO4 gives Na2SO4 plus 2H2. അപ്പോൾ ഇതെന്താണ്? സോല്യൂബിൾ ബേസുകളുടെ എക്സാമ്പിൾസ് ആണ്. ഇത് രണ്ട് സോല്യൂബിൾ ആയിട്ടുള്ള ഒരു ബേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി ഇവിടുത്തെ കേസിൽ നമ്മൾ ഇൻസോല്യൂബിൾ ആയിട്ടുള്ളൊരു ബേസ് എടുക്കുകയാണ്. ഇൻസോല്യൂബിൾ ആയിട്ടുള്ളൊരു ബേസിന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഓക്സൈഡുകളാണ്. 2HNO3 which yields PbNO3, lead nitrate, PbNO3 twice plus H2. അത് ഒരു ഇൻസോല്യൂബിൾ ബേസിൻ്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ കോപ്പർ ഓക്സൈഡും H2SO4 തമ്മിലുള്ള റിയാക്ഷൻസ് എന്ത് കിട്ടുക നമുക്ക്? CuSO4, കോപ്പർ സൾഫേറ്റും അതുപോലെ തന്നെ H2യും കിട്ടും. അപ്പോൾ ഇത് രണ്ടും സോല്യൂബിൾ ബേസിനും ഇത് രണ്ടും ഇൻസോല്യൂബിൾ ബേസിനും എക്സാമ്പിൾസ് ആണ്. സോ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീസ്റ്റിങ്, അത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ തേനീച്ചയൊക്കെ കടിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ചെറിയ രീതിക്ക് തടുപ്പും ഒക്കെ തോന്നും. അത് കാര്യം എന്ന് പറഞ്ഞാൽ തേനീച്ച ഒരു തരത്തിലുള്ള ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഇൻജെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. സോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോപ്പറായിട്ടൊരു ഒരു ബേസ് നമുക്ക് കൊടുത്ത് നമുക്കതിനെ ആ ഒരു ഇച്ചിങ്ങും പെയിനും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് അസിഡിറ്റി ഇൻ സ്റ്റൊമക്കാണ്. സ്റ്റൊമക്കിലെ അസിഡിറ്റി റിമൂവലാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സസ് ആയിട്ട് നമ്മുടെ വയറ്റിൽ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈ പി എച്ച് ഉള്ള ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ് നമ്മുടെ ശരീരത്തുള്ളത്. അപ്പോൾ കറക്റ്റ് ഹൈ എന്നല്ല, ലോ പി എച്ച് ഉള്ള ആസിഡ് എന്നേ പറയുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ്. സോ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തുണ്ട്. സോ പ്രോബബിൾ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ആസിഡുകൾ പിന്നെയും ചെന്ന് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ മ്യൂക്കോസൽ സെല്ലിൻസിനെ വയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മ്യൂക്കോസൽ സെൽസിനെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പെനിട്രേറ്റ് ചെയ്ത് പോയി നമ്മുടെ ആസിഡ് നമ്മുടെ സ്കിന്നുമായിട്ട് കോൺടാക്റ്റ്, ആ സമയത്താണ് നമുക്ക് ആസിഡിറ്റി ഫീൽ ചെയ്യുന്നത്. സോ ആസിഡ് കളർന്ന ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക, ആസിഡിറ്റി അകറ്റി നിർത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോത്തിൽ ആസിഡുകളൊക്കെ പറ്റി അത് ഉരുകി പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ബേസ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് ബീസ്റ്റിങ്ങിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ വൈറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റി ആസിഡ്സ് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ആൻറ്റാസിഡുകൾ നമ്മൾ പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് ഈ വയറ്റിനുണ്ടാകുന്ന ആ ഒരു ഇച്ചിങ്ങും ഫീലിങ്ങും ഒക്കെ നമുക്ക് കുറച്ചധികം റിലീവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ആ അസിഡിക് എഫക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ കേസിലൊക്കെയുള്ള ആസിഡ്സ് നമ്മുടെ ക്ലോത്തുകളിൽ ഒരുപാടുണ്ട്. ക്ലോത്തുകളിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇത് എന്താണ് കോട്ടൺ അല്ല, അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ആസിഡുകളിൽ ഡിസോൾവിങ് ആണ് മിക്കവാറും ഉള്ള നമ്മുടെ ക്ലോത്തിങ് മെറ്റീരിയൽസ്. സോ ആ സമയത്തൊക്കെ നമ്മൾ എന്താണ് പെട്ടെന്നൊക്കെ ഉരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉരുകി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചെറിയൊരു തരത്തിലുള്ള ഒരു അബ്രേഷനൊക്കെ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പെട്ടെന്നൊരു ബേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ബാലൻസ് ഇറ്റ്. അത് ഒരു വേഗ ഐഡിയ ആണ്, അത് നമുക്ക് എത്രത്തോളം ആപ്ലിക്കബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും there is still a chance for ആപ്ലിക്കേഷൻ്റെ ഒരു സ്റ്റിൽ ചാൻസ് ഇപ്പോഴും അവൈലബിൾ ആണ്. അടുത്തതെന്ന് പറയുന്നത് അടുത്ത ടൈപ്പ് റിയാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് ആണ്. എനർജി ഔട്ട്പുട്ടിൻ്റെ ബേസിൽ റിയാക്ഷനെ രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരെണ്ണം എക്സോതെർമിക് എന്നും രണ്ട് എൻഡോതെർമിക്കുമാണ്. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന, അതായത് റിയാക്ഷൻ തുടങ്ങാൻ ചിലപ്പോൾ ചെറിയ എമൗണ്ട് ഹീറ്റ് കൊടുക്കണം, പക്ഷേ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് സപ്ലൈ ചെയ്യേണ്ടി വരാത്തതും നമ്മൾക്ക് ഹീറ്റ് ലഭിക്കുന്നതുമായിട്ടുള്ള റിയാക്ഷനാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് എക്സോതെർമിക് റിയാക്ഷൻസ് നമുക്കറിയാം. എങ്കിലും കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ബേൺ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു തരം എക്സോതെർമിക് റിയാക്ഷനാണ്. ഓക്കെ, കാർബൺ ബേൺ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു, അത് എക്സോതെർമിക് റിയാക്ഷൻസ് ആണ്. ദാറ്റ് ഈസ് C+O2 ഗീവ്സ്, അപ്പം CO2 പ്ലസ് ഹീറ്റും കിട്ടും. ഓക്കെ, അപ്പോൾ പ്ലസ് ഹീറ്റ് എന്തായാലും എഴുതണം. അടുത്തെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസുകളൊക്കെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, കത്തുന്നത് പ്രോസസ്സും നമുക്ക് എനർജി കിട്ടുന്ന പ്രോസസ്സാണ്. സോ ഇത് ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു എമൗണ്ട് ഹീറ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ യൂഷ്വലി നാച്ചുറൽ ഗ്യാസുള്ള കോമൺ മീതേൻ ആണെങ്കിലും ചിലയിടത്ത് മീതേനും ഈതേനും പ്രൊപ്പൈനും ബ്യൂട്ടൈനും ഒക്കെ ഉണ്ട്, എങ്കിലും കോമൺ ആയിട്ട് നമ്മൾ മീതേൻ പറയുകയാണ്. സോ നോ മാറ്റർ വാട്ട് ദി ഔട്ട്പുട്ട് പ്രോഡക്റ്റ് വിൽ ബി കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് ഹീറ്റ്. എന്തായാലും ഫൈനൽ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും വാട്ടറും ആയിരിക്കും.
അതുപോലെ തന്നെ ഹൈഡ്രജൻ കമ്പസ്റ്റൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷൻ, ഇവിടെ എന്താണ് ചെറിയ എമൗണ്ടിൽ ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുത്തേ പറ്റൂ. ബട്ട് ഫൈനലി നമുക്ക് എന്താണ് വാട്ടർ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനേക്കാൾ കൂടുതൽ ഹൈ ഗ്രേഡ് എനർജി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞ് ചെറിയൊരു എമൗണ്ട് കൊടുത്താലും നമുക്ക് ഫൈനലി അറ്റ്മോസ്ഫിയർ നമുക്ക് എന്താണ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് കിട്ടുകയാണെന്നല്ല, അങ്ങനെയുള്ള റിയാക്ഷനെയാണ് എക്സോതെർമിക് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾസോ എക്സോതെർമിക് റിയാക്ഷൻ. അതുപോലെ തന്നെ ന്യൂട്രലൈസേഷൻ റിയാക്ഷനകത്ത് സോഡിയം ഹൈഡ്രോക്സൈഡും HCl തമ്മിലുള്ള റിയാക്ഷനാണ്. അപ്പം ഇത് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NaCl അതുപോലെ തന്നെ വാട്ടറും പ്ലസ് ഈ ഇരിക്കുന്ന റിയാക്ഷൻ തൊട്ട് കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ജാറിൽ ഒന്ന് പിടിച്ച് നോക്കിയാൽ തന്നെ നല്ല ചൂടായിരിക്കും. ഈവൻ നമ്മൾ ഡൈല്യൂട്ട് ആസിഡ് ഉപയോഗിച്ചാൽ പോലും ആ ഇരിക്കുന്ന ജാർ എന്ന് പറഞ്ഞാൽ നല്ല ഹോട്ടായിരിക്കും. സോ അത് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ ഇരിക്കുന്ന കാര്യം, സത്യം പറഞ്ഞാൽ ഇതൊരു ആ ഇരിക്കുന്ന പ്രോസസ്സ് പോലെ ഒരു എക്സോതെർമിക് റിയാക്ഷൻ കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അമോണിയയുടെ ഫോർമേഷൻ N2+3H2O. അമോണിയയുടെ ഫോർമേഷൻ ഓഫ് ഹേബർ പ്രോസസ് എന്ന് പറയുന്നതും എന്താണ് ഒരു തരത്തിലുള്ള എക്സോതെർമിക് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഈ റിയാക്ഷൻസിൽ എല്ലാം എന്താണ്, ചില റിയാക്ഷൻസിനകത്ത് ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി ചെറിയൊരു എമൗണ്ട് ഹീറ്റ് കൊടുക്കണമെങ്കിലും ഫൈനലി അറ്റ്മോസ്ഫിയർ എന്താണ് എൻഡ് പ്രോസസ്സിൽ നമുക്ക് എന്താണ് കൂടുതൽ ഹീറ്റ് നമുക്ക് പുറത്ത് കിട്ടുകയാണ്. ഹൈ ഗ്രേഡ് ഹീറ്റ് ആയിരിക്കും നമുക്ക് കൊടുക്കുന്നത്. ചിലപ്പോൾ ലോ ഗ്രേഡ് എനർജീസ് ആയിരിക്കും നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത്. പക്ഷേ എൻഡിൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് എന്താണ് ഹൈ ഗ്രേഡ് ആയിട്ടുള്ള കൂടുതൽ എമൗണ്ട് എനർജി. അതിപ്പോൾ നമ്മൾ ഇവിടെ 1 ഗ്രാം കൊടുത്താൽ ചിലപ്പോൾ എന്താണ് 100 ഗ്രാം കിട്ടുന്ന രീതിയിലാണ് ഈ എനർജിയുടെ ബാലൻസ് പോയിരിക്കുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഇനി ഈ ഇരിക്കുന്ന ഇത് ഇത്രയും എക്സോതെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിൾ ആണ്. സോ ഇനി ഇതുപോലെ തന്നെ എൻഡോതെർമിക് റിയാക്ഷൻസ് ഉണ്ട്. അതായത് റിയാക്ഷൻ സപ്ലൈ നടക്കണമെന്നുണ്ടെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻസ് ആയിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മൾ എനർജി സപ്ലൈ ചെയ്താൽ മാത്രമേ ചില റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യത്തുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഈസ് കോൾഡ് എൻഡോതെർമിക് റിയാക്ഷൻ ആൻഡ് ഇറ്റ് കോസസ് ഫോൾസ് ഇൻ ടെമ്പറേച്ചർ. അതായത് എക്സോതെർമിക് റിയാക്ഷൻ നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ആ ഇരിക്കുന്ന റൂം ടെമ്പറേച്ചറിനേക്കാൾ ആ ബീക്കറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനും എൻഡോതെർമിക് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന ടെമ്പറേച്ചർ താഴേക്ക് ഫോൾ ചെയ്യാനുമാണ് ഇതിൻ്റെ ചാൻസ് കൂടുതൽ. അതായത് എൻഡോതെർമിക്കിനകത്ത് ടെമ്പറേച്ചർ താഴുകയും എക്സോതെർമിക്കിനകത്ത് ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിളായിട്ട് നമ്മൾ ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ കാർബൺ ഡൈസൾഫൈഡിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ കാർബൺ ഡൈസൾഫൈഡ് എന്ന് പറയുന്ന ഒരു കോമൺ റിയേജൻ്റ് ആണ്, എസ്പെഷ്യലി ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. പല ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറിൽ സോലുബിൾ അല്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്തുപയോഗിക്കും, കാർബൺ ഡൈസൾഫൈഡ് ആണ്. കാർബൺ ഡൈസൾഫൈഡ് എന്ന് പറയുന്ന C+2S ഗീവ്സ് വിത്തിൻ കുറച്ചിട്ട് എനർജി കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് കാർബൺ ഡൈസൾഫൈഡ് എന്ന് പറയുന്ന CS2 കിട്ടും. ഇനി അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യണം അല്ലേ. നൈട്രജൻ ഓക്സിജനോട് കമ്പൈൻ ചെയ്ത് നൈട്രസ് ഓക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ N2+O2 ഗീവ്സ് ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 3000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഒരു ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, നൈട്രജൻ ഓക്സൈഡ് ഗ്യാസ് കിട്ടത്തുള്ളൂ. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയൊന്നും ടെമ്പറേച്ചറിലൊന്നും ഇത് വർക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഇത്രയും ടെമ്പറേച്ചറൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്ന എലമെൻറ്റ് വളരെ കുറവാണ്. ഈവൻ ടങ്സ്റ്റനൊക്കെ വെച്ച് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ പോലും ടങ്സ്റ്റൻ ഈസ് ഈസിലി അയനൈസബിൾ ഇൻ കോമൺ എയർ. അപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇത് നമ്മൾ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു കാറ്റലിസ്റ്റ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം കാറ്റലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ടെമ്പറേച്ചറും താഴേക്ക് വന്നിട്ട് ചിലപ്പോൾ ഒരു 200-300 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഈ റിയാക്ഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്തിരിക്കും. സോ ദിസ് ഇസ് വെരി സിമ്പിൾ. ആ ഒരു കാറ്റലിസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റിൻ്റെ സെപ്പറേഷനാണ്. CaCO2 കാൽഷ്യം കാർബണേറ്റിനെ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, 1000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെയും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കാറ്റലിസ്റ്റ് ഒക്കെ കൊടുത്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് CO2 ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇതും എന്താണ് ഒരു എൻഡോതെർമിക് റിയാക്ഷനാണ്. ബട്ട് ഈ റിയാക്ഷൻ എന്താണ്, നമ്മൾ പ്രോപ്പറായിട്ട് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതിന് പകരം ചില സമയത്ത് നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഈ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പം ഇനി ഒരു റിയാക്ഷൻ കൂടിയുണ്ട്. അത് ഇനി അടുത്ത 2 ടൈപ്പ് റിയാക്ഷൻസ് കൂടെ പഠിക്കാനുണ്ട്. ആ 2 ടൈപ്പ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷനും സെക്കൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസും ആണ്. അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയാക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് വിത്ത് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി. അതായത് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന റിയാക്ഷനെയാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഇരിക്കുന്ന റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ലൈറ്റ് എനർജി സപ്ലൈ ചെയ്താൽ മാത്രമേ ഈ തരത്തിലുള്ള റിയാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിനകത്തുള്ള ഏറ്റവും ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂക്കോസ് ഫോർമേഷനാണ്. ഫോട്ടോസിന്തസിസ് ആണ് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്.
ഫോട്ടോസിന്തസിസ് തന്നെയാണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 6CO2 പ്ലസ് 12H2O ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് സൺലൈറ്റ്. ക്ലോറോഫിലും സൺലൈറ്റും കൂടി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് C6H12O6 പ്ലസ് 6H2O പ്ലസ് 6O2 C6. അപ്പോൾ എന്താണ്, ഗ്ലൂക്കോസും വാട്ടറും ഓക്സിജനും കിട്ടുന്ന പ്രോസസ്സാണ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എടുത്തിട്ട് ക്ലോറോഫിലിൻ്റെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് പ്ലസ് വാട്ടർ പ്ലസ് ഓക്സിജൻ കിട്ടുന്ന റിയാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഈ ഇരിക്കുന്ന എനിക്ക് പോലും എനർജി തരുന്നത് ഈ ഗ്ലൂക്കോസ് ആണ്. ബീച്ച് പ്ലാന്റ്സ് ഈ ഗ്ലൂക്കോസ് ഷെയർ ചെയ്ത് വെച്ചിട്ടാണ് പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, എനർജി നമുക്ക് പ്ലാന്റ്സിന് കിട്ടുകയും അത് അറ്റ്മോസ്ഫിയർ എൻഡ് ചെയ്ത് നമുക്ക് ആനിമൽസിന് കിട്ടുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ്. അപ്പോൾ സിൽവർ നൈട്രേറ്റിൻ്റെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സിൽവർ നൈട്രേറ്റ് വളരെ ഫോട്ടോകെമിക്കലി ആക്റ്റീവായ ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ നോർമൽ സൺലൈറ്റ് വെച്ചാൽ തന്നെ ഈ സിൽവർ നൈട്രേറ്റ് വളരെയധികം പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ എന്തായിട്ട് മാറും, NO2 O2 ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് മാറും. സോ സിൽവർ നൈട്രേറ്റിനെ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം സൺലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, പ്യുവർ സിൽവർ അതിൽ നിന്നും റിമൂവ് എടുക്കാനും നൈട്രജൻ ഓക്സൈഡും O2 നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് മാറ്റാനായിട്ട് പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഇലക്ട്രിക് കറണ്ട് സപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് ഈ റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇലക്ട്രിക് കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ അതിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് KCl, പൊട്ടാസ്യം ക്ലോറൈഡിനെ നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്ത്, ഞാൻ ഇലക്ട്രിക് കറണ്ട് ഈസിന്ന് ജസ്റ്റ് എഴുതുകയാണ്, പക്ഷേ എഴുതുമ്പോൾ ഇലക്ട്രിക് കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. സോ അതിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ K പ്ലസും Cl മൈനസും ആയിട്ട് എനിക്ക് മാറ്റാൻ പറ്റും. ഇഫ് ഇറ്റ് ഇൻ എ സൊല്യൂഷൻ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ എ സൊല്യൂഷൻ വി വിൽ ഗെറ്റ് K പ്ലസ് ആൻഡ് Cl മൈനസ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ആസിഡ് റിലേറ്റഡ് വാട്ടറാണ്, ആസിഡ് സപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു ആസിഡിൻ്റെ പ്രസൻസ് ഉള്ള, ഫോർ എക്സാമ്പിൾ H2SO4 HNO3 ഏതെങ്കിലും ഒരു ആസിഡിൻ്റെ പ്രസൻസിൽ നമ്മൾ വാട്ടർ എടുത്തതിന് ശേഷം ഈ വാട്ടറിനെ ഞാൻ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ, പാസ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, എനിക്കത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ടുള്ള രണ്ട് എലമെൻ്റായിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. സോ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് എന്ത് റിയാക്ഷൻ എക്സാമ്പിളാണ്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിളാണ്. എന്നാൽ ഇതെന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്, ഇതെന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിളാണ്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിളാണ്. സോ അപ്പോൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്, കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് രണ്ട് റിയാക്ഷൻസിനെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ പറഞ്ഞു. ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ രണ്ട് ടൈപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ അതുപോലെ തന്നെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. പ്രിസിപ്പിറ്റേറ്റ്സ് ഫോം ചെയ്യുന്ന പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ, അതുപോലെ തന്നെ ആസിഡും ബേസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് സോൾട്ടും വാട്ടറും ഉണ്ടാകുന്നത് എന്താണ്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നും പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ ഡിസ്കസ് ചെയ്തു, എൻഡോതെർമിക് റിയാക്ഷൻ ഡിസ്കസ് ചെയ്തു, ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ ഡിസ്കസ് ചെയ്തു, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾ കെമിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാം കൃത്യമായിട്ട് നോക്കി പഠിക്കാൻ ശ്രമിക്കുക. കാര്യം എക്സാമിന് വരുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്, കുറച്ചധികം റിയാക്ഷൻസ് ഉണ്ട്. അപ്പം പ്രോപ്പർട്ടീസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചു പോവുക. എല്ലാവരും പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.